അങ്ങനെ നമ്മൾ കാത്തിരുന്ന നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. മാർച്ച് 2026 നോട്ടിഫിക്കേഷൻ വന്നത്. ഇപ്പോൾ നോമിനേഷൻ കൊടുക്കാനുള്ള അവസാന തീയതിയാണ് 23 മാർച്ച് 2026. അപ്പോൾ 24 തീയതി ആയിരിക്കും സൂക്ഷ്മ പരിശോധന നടത്തുക. അപ്പോൾ പിന്നെ ഇലക്ഷൻ നടക്കുന്നത് 9 തീയതി. അതിനുശേഷം ഏകദേശം ഒരു മാസമില്ല, മെയ് 4, 2026 വോട്ടെണ്ണൽ ആരംഭിക്കും. അപ്പം ഇലക്ഷൻ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥാനാർത്ഥികളുമായി 140 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ LDF മൊത്തം 140 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ LDF, UDF, NDA ഇവർ 3 പേരും നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. LDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണിയാണ് CPIM, ദേശീയ പാർട്ടിയാണ്. അവർ 75 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. അതുകൂടാതെ 14 സ്വതന്ത്രന്മാരും മത്സരിക്കുന്നുണ്ട്, ഇടത് സ്വതന്ത്രന്മാർ. അപ്പോൾ എല്ലാം കൂടെ ചേർത്തൊരു 89 സീറ്റോളം CPIM തന്നെയാണ് മത്സരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയാണ് CPI. അവർ 24 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. പിന്നെ ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് M 12 സീറ്റിലും, മാത്യു ടി തോമസ് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ 3 സീറ്റിലും, പിന്നെ ശരത് പവാർ നമ്മുടെ ശരത് പവാറിൻ്റെ പാർട്ടി NCP SP, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് പവാർ. യഥാർത്ഥ NCP ഇപ്പോൾ അജിത് പവാറിൻ്റെ കൂടെയാണ് ഈയിടെ മരിച്ചുപോയത്. അപ്പോൾ NCP SPക്ക് മൊത്തം 3 സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ RJD, രാഷ്ട്രീയ ജനതാദൾ, ബീഹാറിലെ പാർട്ടിയാണ്, അതായത് ലാലു പ്രസാദിൻ്റെ. അവരും ഇപ്പോൾ LDFിൻ്റെ കൂടെയാണ്. അതായത് നമ്മുടെ MV ശ്രേയാംസ് കുമാർ, മാതൃഭൂമിയുടെ ഒക്കെ എഡിറ്റർ ഓണറൊക്കെയാണ് അദ്ദേഹം. അവർക്ക് 3 സീറ്റുണ്ട്. പിന്നെ ഇന്ത്യൻ നാഷണൽ ലീഗ്, പണ്ട് മുസ്ലിം ലീഗിൽ നിന്ന് പിളർന്നു വന്നൊരു പാർട്ടിയാണ്, INL. അവർക്ക് 2 സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് S, കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ പാർട്ടിയാണ്. അദ്ദേഹം പണ്ട് EK നായനാരെയൊക്കെ തോപ്പിച്ച വ്യക്തിയാണ്, മുൻ മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് 1 സീറ്റ്, അദ്ദേഹമാണ് മത്സരിക്കുന്നത്. പിന്നെ നമ്മളെല്ലാം പ്രിയപ്പെട്ട സിനിമാ നടനായ KB ഗണേഷ് കുമാറിൻ്റെ പാർട്ടി കേരള കോൺഗ്രസ് B, അവർക്ക് 1 സീറ്റ് കൊടുത്തിട്ടുണ്ട്. പത്തനാപുരം സീറ്റാണ്. കേരള കോൺഗ്രസ് B, KB ഗണേഷ് കുമാർ തന്നെയാണ് മത്സരിക്കുന്നത്. പിന്നെ RSPL, UDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 93 സീറ്റിലാണ് അവർ മത്സരിക്കുന്നത്. പിന്നെ കുറച്ച് സ്വതന്ത്രന്മാർ, 4 സ്വതന്ത്രന്മാർ മത്സരിക്കുന്നത്. അപ്പോൾ 97 സീറ്റുകളാണ് മത്സരിക്കുന്നത്. ആദ്യമായിട്ടായിരിക്കണം അവർ ഇത്ര സീറ്റ് മത്സരിക്കുന്നത്. മുമ്പ് കേരള കോൺഗ്രസ് M ഉണ്ടായിരുന്ന കാലത്ത് ഇടുക്കിയിലെയും കോട്ടയത്തെയും കുറേ സീറ്റുകൾ മത്സരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. അവർ 87, 85, 80 ആ റേഞ്ചിലായിരുന്നു മത്സരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇടുക്കിയിലും കോട്ടയത്തും ഏറ്റവും കൂടുതൽ മത്സരിക്കുന്നത് കോൺഗ്രസ് ആണ്. പിന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അവർ 26 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. പിന്നെ കേരള കോൺഗ്രസ്, അതായത് യഥാർത്ഥ കേരള കോൺഗ്രസ്, ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ്, നമ്മുടെ ജോസഫ് സാറിൻ്റെ PJ ജോസഫ്, തൊടുപുഴയിലെ മുൻ MLA ആണ്, മുൻ മന്ത്രിയാണ്. അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ മകൻ അബു ജോൺ ജോസഫാണ് മത്സരിക്കുന്നത്. അവർക്ക് 8 സീറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ RSPക്ക് 4 സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഷിബു ബേബി ജോൺ ആണ് അതിൻ്റെ ലീഡർ. നമ്മുടെ NK പ്രേമചന്ദ്രൻ്റെ ഒക്കെ പാർട്ടിയാണ്. പിന്നെ കേരള ഡെമോക്രാറ്റിക് പാർട്ടി KDP, അവർക്ക് 1 സീറ്റ് കൊടുത്തിട്ടുണ്ട്. മാണി സി കാപ്പൻ്റെ പാർട്ടിയാണ്. അദ്ദേഹം പണ്ട് LDFിലായിരുന്നു. അപ്പോൾ ജോസ് കെ മാണി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സീറ്റ് ഏറ്റെടുത്ത് ജോസ് കെ മാണിക്ക് കൊടുത്തു. അതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം UDFിൽ വരികയാണ് ഉണ്ടായത്. അപ്പോൾ UDF വന്നപ്പോൾ അദ്ദേഹം ആദ്യം ഇൻഡിപെൻഡൻറ്റ്, അതായത് സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ചത്. എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുണ്ട് KDP, കേരള ഡെമോക്രാറ്റിക് പാർട്ടി, അവർക്ക് 1 സീറ്റാണ്. പിന്നെ കേരള കോൺഗ്രസ് ജേക്കബ്, മുൻ മന്ത്രി TM ജേക്കബിൻ്റെ മകനായ അനൂപ് ജേക്കബിൻ്റെ പാർട്ടിയാണ് ഈ കേരള കോൺഗ്രസ് ജേക്കബ്. അദ്ദേഹം തന്നെയാണ് മത്സരിക്കുന്നത്. 1 സീറ്റാണ് അവർക്കുള്ളത്. പണ്ട് 4-5 സീറ്റുകളിൽ മത്സരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ്. പിന്നെ RMB, KK രമയുടെ പാർട്ടിയായ RMB, അവർക്ക് 1 സീറ്റാണ് നൽകിയിരിക്കുന്നത്. മത്സരിക്കുന്നത് KK രമ തന്നെ ആയിരിക്കും. പിന്നെയുള്ളത് പിന്നെയുള്ളത് പഴയ MB രാഘവൻ്റെ ഒരു പാർട്ടിയുണ്ട്, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി CMP, അവർക്കും 1 സീറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ തൃണമൂൽ കോൺഗ്രസ്, നമ്മുടെ ബംഗാളികളുടെ പാർട്ടിയാണ്, നമ്മുടെ ദീദി മമതാ ബാനർജിയുടെ പാർട്ടിയാണ്, അവർക്കും 1 സീറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ PV അൻവർ മത്സരിക്കുന്നതും ഈ പാർട്ടിയുടെ ബാനറിലാണ്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മരുമകനായ ശ്രീ മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന മണ്ഡലത്തിലാണ് PV അൻവർ മത്സരിക്കുന്നത്. ബേപ്പൂരിൽ നേർക്കുനേർ പോരാട്ടമാണ്, ആരും വിജയിക്കാം. ആ മണ്ഡലത്തിൽ ബേപ്പൂരിൽ PV അൻവർ വിജയിച്ചാൽ ബംഗാളി പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിലും ഒരു അംഗത്തെ സൃഷ്ടിക്കാൻ സാധിക്കും. കേരളത്തിലും അവർക്കൊരു ആളൊക്കെയാകും. പിന്നെ സ്വതന്ത്രന്മാർ 4, ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു.
പിന്നെയുള്ള NDA, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്, ദേശീയ ജനാധിപത്യ സഖ്യം. മുൻപ് സീറ്റൊന്നുമില്ല, ഒരു സീറ്റ് പോലും അവർ ജയിച്ചിട്ടില്ല കഴിഞ്ഞ ഇലക്ഷനിൽ. ഇത്തവണ ഒരുപാട് പ്രതീക്ഷകൾ അവർക്കുണ്ട്. മൊത്തം 99 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുന്നു, ശോഭാ സുരേന്ദ്രൻ പാലക്കാട്, പിന്നെ മഞ്ചേശ്വരം ശ്രീ K. സുരേന്ദ്രൻ, പിന്നെ പാലായി ശ്രീ ഷോൺ ജോർജ്, അങ്ങനെ പ്രമുഖർ മത്സരിക്കുന്നുണ്ട്. 99 സീറ്റുകളിലാണ് അവർ മത്സരിക്കുന്നത്. പിന്നെ BDJS, ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയാണ്. അവർ 22 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. പിന്നെ 2020 പാർട്ടി, സാബു എം ജേക്കബ്, കിറ്റക്സിൻ്റെ മുതലാളിയായ സാബു എം ജേക്കബിൻ്റെ പാർട്ടിയാണ് 2020. അവർ 19 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. എല്ലാം കൂടെ 140 സീറ്റുകളായി. പിന്നെ ആം ആദ്മി പാർട്ടിയും മത്സരിക്കുന്നുണ്ട്. 9 സ്ഥാനാർത്ഥികൾ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മത്സര ചിത്രം.